നമസ്കാരം. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അതുപോലെ തന്നെ സമാനമായി പല കോണുകളിൽ നിന്നും നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ പാർട്ടികൾ തന്നെ മുൻകൂട്ടി അനൗൺസ് ചെയ്യുന്നതിന് പകരം നിരീക്ഷകർ അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. CPI മുതൽ CPM വരെ ഇടതുപക്ഷത്തും കോൺഗ്രസ്, മുസ്ലിം ലീഗ് കക്ഷികൾ UDFലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി അവരുടെ ഉന്നതതല യോഗങ്ങൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ LDFൻ്റെ പ്രതിപക്ഷത്തെ ടാർഗറ്റ് ആയി അവരിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് VD സതീശനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയെങ്കിലും കുറയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ബോധപൂർവമായ പ്രചരണം നടക്കുന്നുണ്ട്. ഇവിടെ പറവൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് CPI പോലും ചില വിലയിരുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ വിട്ടാൽ അത് സതീശനെ പറവൂരിൽ കുടുക്കിയിടാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ തന്നെ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്കുണ്ട്. ഇവിടെ ഇടതുപക്ഷം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ K മുരളീധരനെ ഓർത്തു പോകും. CPIയുടെ അല്ലെങ്കിൽ LDFിലെ മുരളീധരനായിട്ട് സുനിൽകുമാറാണ്, VS സുനിൽകുമാറാണ് പറവൂരേക്ക് CPI നിയോഗിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള പത്രവാർത്തകൾ വരുന്നുണ്ട് CPIയുടെ കേന്ദ്രങ്ങളിൽ നിന്ന്. അപ്പോൾ പറവൂരിൻ്റെ മുരളീധരനായി വരിക എന്ന് പറഞ്ഞാൽ മത്സരിച്ച് തോക്കാൻ വരിക എന്നുള്ള അർത്ഥമായിരിക്കണം ഒരുപക്ഷെ ശരി. മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ എന്തുണ്ടായി? ആ കൂട്ടത്തിൽ സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായി എന്ന് കണ്ടതാണ്. ഇടതുപക്ഷം എങ്ങനെയാണ് BJPയെ സഹായിക്കുന്നതെന്ന് നേരിട്ട് അനുഭവിച്ച ആളാണ് സുനിൽകുമാർ. ഇതെല്ലാം കഴിച്ചിട്ട് ഇനി പറവൂർ LDFിന് വേണ്ടി പടമെടുത്താൻ സുനിൽകുമാർ വരുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. എന്നാൽ പോലും പറവൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായിരുന്ന പറവൂർ ഇടതുപക്ഷത്തിൻ്റെ കൈവശം എത്തിയോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ സീറ്റാണോ അത്? ഇടതുപക്ഷം ഇങ്ങനെ ഏറ്റവും വലിയ പന്നിയൻ രവീന്ദ്രൻ തൊട്ട് ഏറ്റവും വലിയ PK ഭാസ്കരൻ്റെ മകൾ ഉൾപ്പെടെയുള്ള വൻ താരങ്ങളെ അണിനിരത്തി പോരാടിയിട്ടും സതീശനെ അവിടെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഇടതുപക്ഷം ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 1957 പിന്നീട് 1982 രണ്ടും ശിവൻപിള്ളയാണ് ജയിച്ചത്. പിന്നൊരു പ്രാവശ്യം ജയിച്ചത് അസാധുവാക്കി പറവൂരിന്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പറവൂരിലാണ് നടന്നത്. കുറേ വാർഡുകളിൽ അത് കേസാവുകയും പിന്നീട് ആ ബൂത്തുകളിലെ എല്ലാ ഇലക്ഷൻ അസ്ഥിരപ്പെടുത്തി രണ്ടാമതൊരു വോട്ടിംഗ് നടന്നു. ആദ്യത്തെ വോട്ടിങ്ങിൽ 2000 വോട്ടിന് CPI സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ പോലും രണ്ടാമതൊരു വോട്ടിംഗ് നടന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച ബൂത്തുകളിൽ മാത്രം രണ്ടാമതൊരു വോട്ടിംഗ് നടന്നു. അപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ AC ജോസ് 1100 വോട്ടിന് വിജയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം അപ്പോൾ പോലും ഇടതുപക്ഷത്തിന് തൻ്റെ നിയന്ത്രണം നിലനിർത്താൻ പറ്റിയില്ല. പിന്നീട് കുറേ വർഷങ്ങളായി VD സതീശൻ്റെ തേരോട്ടമായിരുന്നു. കഴിഞ്ഞ 2000 ലാസ്റ്റ് ഇലക്ഷൻ വരെ VD സതീശൻ ഗംഭീര ഭൂരിപക്ഷത്തിന് ജയിച്ചു. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഇടതുപക്ഷം ജയിച്ചപ്പോഴൊക്കെ ഭൂരിപക്ഷം താരതമ്യേന കുറവായിരുന്നു. 10,000-ൽ താഴെ അല്ലെങ്കിൽ 5,000-ൽ താഴെയുള്ള ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സിന് 7,000 മുതൽ 10,000, 20,000 വരെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കാണിക്കുന്ന നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും കാണിക്കുന്ന പറവൂരിനെ പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ, പറവൂർ തീവാറുന്ന പോരാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്, സുനിൽകുമാർ VD സതീശനെ വീഴ്ത്തുമോ, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പത്രമാധ്യമങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ചില സത്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പറവൂർ ഇപ്പോൾ 2-3 മെച്ചം കോൺഗ്രസ്സിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇപ്പം എന്നോട് അഭിപ്രായം ചോദിച്ചാൽ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ പോലും അവിടെ പറവൂരിൽ VD സതീശന് ആണ് മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ സീറ്റ് കോൺഗ്രസ് തന്നെ ജയിക്കാനാണ് സാധ്യത. മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. നാളത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷം ഇതുണ്ട്. പിന്നെ CPMൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ എതിരായിട്ടുണ്ടാകുന്ന കേസുകൾ അല്ലെങ്കിൽ അറ്റാക്കുകൾ ഉറപ്പായിട്ടും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വരെ സതീശൻ്റെ പിന്നിൽ അണിനിരക്കാൻ പ്രേരിപ്പിക്കും. അത് ഇടതുപക്ഷ മുന്നണിക്ക് തീരാ ശാപമായിട്ട്, തീരാ കളങ്കമായിട്ട് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് സുനിൽകുമാറിനെ അവിടെ മത്സരിക്കാനിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ളൊരു ഉദ്ദേശം കൂടെ കാണാം. സുനിൽകുമാറിനോട് CPMന് ഒരു പ്രത്യേക വൈരാഗ്യം കാണാം. അത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താ ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി, പ്രമാദമായ കേസുണ്ടായി. സുനിൽകുമാറെ വിളിച്ചിട്ട് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. കുഴപ്പമുണ്ടായി, കുഴപ്പം തടയാനായിട്ട് ഇടപെടണം എന്ന് ഇടപെടാൻ പറയാൻ ആരും തയ്യാറായില്ല. അപ്പോൾ സുനിൽകുമാർ ഇവരുടെ CPM BJP ധാരണയുടെ കള്ളക്കളി, അല്ലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി CPM കാണിച്ച CPMും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കള്ളക്കളി
പുറത്തു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരാൾ സുനിൽകുമാർ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ സുനിൽകുമാറിന് അന്ന് തുടങ്ങിയ വൈരാഗ്യമുണ്ട്, CPM-കാർക്കുണ്ട്, പോലീസിനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറവൂരിലേക്ക് ഒരു നേർച്ചക്കോഴിയായിട്ട് ആയിരിക്കണം CPM സുനിൽകുമാറിനെ അയക്കുന്നത്. മാത്രമല്ല പറവൂരിലെ ആഭ്യന്തര രാഷ്ട്രീയം, CPI-യുടെ ആഭ്യന്തര രാഷ്ട്രീയം ഇസ്മയിൽ പക്ഷക്കാരനാണ്. ആയിരുന്നു സുനിൽകുമാർ, പഴയ ജില്ലാ സെക്രട്ടറി. അപ്പോൾ ആ രാജു എന്ന് പറഞ്ഞ ആൾ 2 പ്രാവശ്യം കൊണ്ട് MLA ആയതാണ്. പക്ഷേ ആ ചുരുക്ക് തീർക്കാനും CPI-യും ഒരുപക്ഷെ സുനിൽകുമാറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നെങ്കിൽ സുനിൽകുമാറിനെ അത്ര പെട്ടെന്ന് അവഗണിക്കാൻ പറ്റുന്ന നേതാവല്ല. പക്ഷേ മറിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിക്കാൻ പറ്റുന്നതാണ്, ഒരു ചതിക്കുഴി ഒതുക്കി തോൽപ്പിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് അവർ കരുതുന്നെങ്കിൽ ഇസ്മയിലിൻ്റെ കൂടെയുള്ള മറ്റൊരാൾ കൂടി അവിടെ ഇല്ലാതാവുകയാണ്. ഇത്തരം തരംതാണ രാഷ്ട്രീയത്തിൻ്റെ ഒരു മത്സരമായിട്ട് പറവൂർ മാറുമോ? പറവൂർ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഇടതുപക്ഷ മുന്നണിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്, UDF-ന് വയ്ക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, പ്ലാനിങ്ങിനെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആരോഗ്യനയത്തെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വേദിയാണ് പറവൂർ. അതിന് പറ്റിയ സ്ഥാനാർത്ഥി സുനിൽകുമാർ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അത്തരം ഒരു സംവാദത്തിലേക്ക് പോകുന്നതിന് പകരം മറ്റ് പല കേസുകളിലേക്ക് സതീശനെ ഇപ്പോൾ കൊണ്ടാകാൻ നോക്കുകയാണ്. അടുത്ത കാലത്ത് തന്നെ 3 നേതാക്കന്മാരെ ഉറപ്പിച്ചു കൊടുത്തു കോൺഗ്രസ്. ആദ്യം രാഹുൽ മാങ്കൂട്ടം. CPM-ൻ്റെ നിരന്തരമായ വേട്ടയാണ്, ഭീകരമായ വേട്ടയാണ്. മാങ്കൂട്ടത്തിന് ഒരു താരപരിവേഷം തന്നെ ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല ഈ വേട്ടയാടലിന് ശേഷവും മാങ്കൂട്ടത്തിൽ ഒരു രോമത്തെ തൊടാൻ പിണറായിക്കോ അദ്ദേഹത്തിൻ്റെ പോലീസിനോ കഴിഞ്ഞില്ല. രണ്ടാമത് സുബ്രഹ്മണ്യം, KPCC സെക്രട്ടറി സുബ്രഹ്മണ്യത്തിനെ അറസ്റ്റ് ചെയ്തു ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ. എന്താ സംഭവിച്ചത്? ഉടൻ തന്നെ മോചിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ചെറിയ രീതിയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന സുബ്രഹ്മണ്യം കേരളത്തിൽ ചർച്ചാ വിഷയമായി. മൂന്നാമത് സതീശനാണ് പ്രതിപക്ഷ നേതാവെന്നും സതീശനെ തളച്ചിടുക തങ്ങളുടെ ആവശ്യമാണെന്നും മുഖ്യ ശത്രുവായിട്ട് സതീശനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, CPM ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ആര് മാറി? അല്ലെ UDF-ൻ്റെ നേതാവായിട്ട് ആര് മാറി? സതീശനായി. പക്ഷേ ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്നറിയത്തില്ല. CPM-ൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും അല്ലത്. പക്ഷേ സതീശനെയും മാങ്കൂട്ടത്തിലെയും സുബ്രഹ്മണ്യത്തെയും കോൺഗ്രസ്സുകാർക്ക് സ്വീകാരനായ നേതാവാക്കി മാറ്റുന്നതിൽ CPM കളിക്കുന്ന കളി ചെറുതല്ല. അതെന്തിനാണെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, CPM-ൻ്റെ അണികൾക്ക് സ്വീകാര്യവുമായിരിക്കില്ല. എന്നാൽ പോലും ഇവിടെ ഇപ്പോൾ 3 നേതാക്കളെ വെറുതെ കൊണ്ട് കൊടുത്തു. ഇനി നാളെ പുതിയ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നമുക്ക് കാണാം ഇവരിൽ ആര് ആണ് ജയിക്കുന്നതെന്ന്. ഇനി വീണ്ടും പറവൂരിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട്, പറവൂരിന് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1967-ലായിരുന്നു. 67-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കോൺഗ്രസും കേരള കോൺഗ്രസും ഒഴികെയുള്ള മിക്കവാറും എല്ലാ കക്ഷികളും സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞ രാഷ്ട്രീയ മുന്നണിയായിട്ട് മത്സരിച്ചു. ഏതാണ്ട് 117 സീറ്റോളം ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ ജയിച്ചു. 9 സീറ്റാണ് കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയത്. 5 സീറ്റ് കേരള കോൺഗ്രസ്, 2-3 സ്വതന്ത്രനും ജയിച്ചിരുന്നു. അപ്പോൾ അവിടെ 67-ൽ വെറും കേവലം 9 സീറ്റ് മാത്രം ജയിക്കുമ്പോൾ പോലും അവിടെ കോൺഗ്രസിൻ്റെ കൊടി ഉയർന്നു പൊങ്ങി പറവൂരിൽ. ശ്രീ KT ജോർജാണ് പറവൂർ ജയിച്ചത്. ജാതീയ സമവാക്യങ്ങളൊന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടില്ല. എന്നിട്ട് പോലും KT ജോർജ് പറവൂർ ജയിക്കുകയും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് മാറി. അകാലത്തിൽ അദ്ദേഹം മരിച്ചു, അത് വേറെ കാര്യം. ധനകാര്യമന്ത്രിയായി ആ രീതിയിലേക്ക് വളർന്നയാളാണ് KT ജോർജ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിന് അവിടെ പറയാനൊരു ശക്തമായ പാരമ്പര്യമുണ്ട്. CPI-ക്ക് പരാജയപ്പെട്ട പാരമ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? കാര്യമായൊരു വിജയം നേടാൻ, തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ, വൻപിച്ചൊരു തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ CPI-ക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ CPI-യും CPM-ഉം തമ്മിൽ നടക്കുന്നുള്ള തർക്കം കൊണ്ടായിരിക്കാം. എന്നാൽ പോലും ഇത് സാധിക്കാത്തതുകൊണ്ട് തന്നെ CPM ഇന്ന് ഒരു KM മുരളീധരനായിട്ട്, അല്ലെ ഇടതുപക്ഷ മുന്നണി ഒരു KM മുരളീധരനായിട്ട് പോയി തോറ്റു വരാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറവൂരേക്ക് പറഞ്ഞു വിടുന്നത് സുനിൽകുമാറിനെയാണ്. ഇതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന്, പറവൂര് നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മാനങ്ങൾ എന്താണെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകും. അതിനുശേഷം വീണ്ടും കാണാം. നമസ്കാരം.